ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വലുതെന്ന് പോലീസ് കണ്ടെത്തൽ. കരാർ ജീവനക്കാരനായ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് ആണ് തട്ടിപ്പ് നടത്തിയത്. അക്കൗണ്ട് ഉടമകൾ അറിയാതെയും ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയും ലിബിൻ 7 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കാട്ടി ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിൽ ലിബിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കരാർ ജീവനക്കാരനായ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വലുതെന്ന് പോലീസ് കണ്ടെത്തൽ. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അറിയാതെയും ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയും ലിബിൻ 7 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിലാണ് ലിബിനെ ഏരൂർ പോലീസ് പിടികൂടിയത്. എന്നാൽ വൻ തട്ടിപ്പ് മാധ്യമ വാർത്തയായതോടെ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ച നിരവധി പേർക്ക് സമാനമായി വലിയ തുകകൾ നഷ്ടമായതായി കണ്ടെത്തിയിട്ടുണ്ട്. 4 ലക്ഷം രൂപയും അല്ല, നമ്മുടെ അക്കൗണ്ടിൽ ഒരു 3 ലക്ഷം രൂപ പുറത്തുണ്ട്. ഇതെല്ലാം അവിടുത്തെ ഒരു ജോലിക്കാരൻ, പെർമനൻ്റ് ജോലിക്കാരനല്ല, ടെമ്പററി, പുള്ളി എടുത്തതായിട്ട് വാർത്തയിൽ വന്നറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് പിന്നെ ബാങ്കിൽ പോയായിരുന്നു. ബാങ്കുകാർ വീട്ടിൽ വന്ന് ഞങ്ങളെ വിളിച്ച് അങ്ങോട്ട് വരാം, നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ 2 ദിവസം മുമ്പ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ, എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലുള്ള പൈസ 7 ലക്ഷം ഇല്ല, എടുത്ത് മാറ്റിക്കളഞ്ഞു. സാധാരണക്കാർ മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുൾപ്പെടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പലരും പരാതിയുമായി ബാങ്കിൽ സമീപിക്കുമ്പോൾ പോലീസിൽ പരാതി നൽകാനാണ് അധികൃതർ നൽകുന്ന മറുപടി. മിക്ക തട്ടിപ്പുകളും നടത്തിയ ശേഷം പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നതിന് പകരം പേന കൊണ്ട് എഴുതി നൽകി അക്കൗണ്ട് ഉടമകളെ മടക്കി അയക്കുകയാണ് ഇയാൾ ചെയ്തു വന്നത്. അവിടുത്തെ കരാർ ജോലിക്കാരനാണ്. നമ്മളെപ്പോൾ ചെന്നാലും ഞാൻ കരാർ ജോലിക്കാരൻ, നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചങ്ങ് എന്ത് വേണം നമുക്ക് ആ കാര്യങ്ങളൊക്കെ സാധിക്കും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് 2 ലക്ഷം രൂപ ഇടാൻ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞിട്ട് വരാൻ പറയാൻ അങ്ങോട്ട് ചെന്നു. ഫോൺ നമ്പർ വേണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെടുത്ത് പുള്ളി അകത്ത് ആഡ് ചെയ്തത് പുള്ളിയുടെ സീക്രട്ട് നമ്പറാണ്. നമുക്കിത് കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ട്, ഇയാൾ എന്തോ ചെയ്തെന്ന് കാണുന്നില്ല. എഴുതുവാണോ അതില്ല, കമ്പ്യൂട്ടർ അടിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഇതിൻ്റെ റിപ്ലൈ ഒന്നും തന്നില്ല, ഇനി പോരും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അത്രയും പൈസ ബാങ്കിലുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകളിൽ കൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. ബാങ്കും ഇങ്ങനെ കവർച്ച ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? തന്റെ ഭാര്യയുടെ പേരിൽ നിക്ഷേപിച്ചിരുന്ന സ്ഥിര നിക്ഷേപവും അക്കൗണ്ടിലുണ്ടായിരുന്ന തുകയും ഉൾപ്പെടെ 7 ലക്ഷം രൂപ ലിബിൻ തട്ടിയതായി കാട്ടി ഏരൂർ കരിമ്പങ്കോണം സ്വദേശി പോലീസിൽ പരാതി നൽകി. ക്ഷേമ പെൻഷൻ തുകയായി അക്കൗണ്ടിലെത്തിയ തുക തങ്ങളറിയാതെ ലിബിൻ പിൻവലിച്ചുവെന്ന് കാട്ടി വയോധിക അടക്കമുള്ളവരും ബാങ്കിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഞാൻ ബാങ്ക് മാനേജർക്ക് പരാതി കൊടുത്തു, ഏരൂർ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അന്വേഷിക്കാമെന്ന് പറഞ്ഞ് CI കണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ബാങ്കുകാർ പറഞ്ഞു ബാങ്കുകാരതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു. പൈസ തരുമെന്നും പറഞ്ഞു. അല്ലാതെ വേറെ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. 2 ദിവസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങുവാണ്. ഞാൻ എന്നെപ്പോലെ പലരും ഉണ്ട്, കയറുന്നുണ്ട്. പിന്നെ പൈസ തൊഴിലുറപ്പുകാർ, പിന്നെ പെൻഷൻകാർ എല്ലാം പൈസ പോയെന്നും പറഞ്ഞ് അവിടെ ഇന്നലെ ഒരുപാട് പേരുണ്ടായിരുന്നു ബാങ്കിൽ. പരാതികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലിബിൻ ടൈറ്റസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തുടരന്വേഷണത്തിനുമായി ഏരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയോളം തട്ടിപ്പ് നടത്തിയതായുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. തട്ടിപ്പിൽ ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. കരാർ ജീവനക്കാരന് ക്യാബിൻ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബാങ്കിൽ നൽകിയിരുന്നതായാണ് കണ്ടെത്തിയത്. ഇത് ഗുരുതര വീഴ്ചയാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.